ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിൽക്ക് ഷേക്കാണ്. ഈ മിൽക്ക് ഷേക്ക് നമുക്ക് തണുപ്പിച്ചും തണുപ്പിക്കാതെയും ഒരുപോലെ രുചിയുള്ള ഒരു മിൽക്ക് ഷേക്കാണിത്. നമുക്ക് 2-3 ഇൻഗ്രീഡിയൻസ് 2-3 തരം ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഞാൻ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് വെച്ചിട്ടായാലും നമുക്ക് തയ്യാറാക്കാം. പക്ഷെ ഇങ്ങനെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവോക്കാഡോയാണ്. അപ്പോൾ അവോക്കാഡോ ഒന്ന് മതി. വലുത് നമുക്ക് കിട്ടിയിരിക്കുന്നത് വലുതാണ്. ചെറിയ തരം അവോക്കാഡോ ആണെങ്കിൽ 2 അവോക്കാഡോ വേണ്ടി വരും. അപ്പോൾ നമ്മളതിലെ പൾപ്പൊക്കെ എല്ലാം എടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ മിൽക്ക് ഷേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും പുളിയില്ലാത്ത ഫ്രൂട്ട്സുകൾ ഒരുപോലെ ചേർക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പുളിയുള്ള ഫ്രൂട്ട്സ് ചേരുന്ന നമ്മുടെ ഇങ്ങനെ മനസ്സിൽ നമുക്ക് തോന്നും ഇത് തമ്മിൽ ചേരും, അങ്ങനെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് കൂടുതൽ രുചി വരുന്നത്. ഞാൻ പെർസിമം ഫ്രൂട്ട് അഥവാ കക്കപ്പഴം എന്ന് പറയുന്നതാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അവോക്കാഡോയും 2 പെർസിമം ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടത് മാതളത്തിൻ്റെ ജ്യൂസാണ്. അപ്പോൾ ഒരു അനാറിൻ്റെ ജ്യൂസ് ഒട്ടും വെള്ളമില്ലാതെ എടുത്തിട്ടുള്ളതാണ്. ഒറ്റ അനാറിൻ്റെ ജ്യൂസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിൽ പഞ്ചസാരയല്ല ചേർക്കുന്നത്, നമ്മൾ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. ഇനി മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവർക്ക് പഞ്ചസാര ചേർക്കാം. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷേക്കിൻ്റെ ഒപ്പം ചേർത്തടിക്കണം. ഇത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് പാലും വേണം. അപ്പോൾ പാല് നമുക്ക് തണുപ്പിച്ചിട്ട് നമ്മൾ ആ മിൽക്ക് ഷേക്ക് ആണെങ്കിൽ നമുക്ക് പാല് ഫ്രീസ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അഥവാ തണുപ്പിക്കാത്ത മിൽക്ക് ഷേക്ക് ആണെങ്കിൽ നമുക്ക് സാധാരണ തിളപ്പിച്ച പാല് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലർക്കിപ്പോൾ ഈ മഞ്ഞുകാലം ആയതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ തണുത്തൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ നമുക്ക് സാധാരണ തിളപ്പിച്ച പാല് വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഞാൻ ഓരോന്നും സ്പെഷ്യലായിട്ടാണ് അടിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ വേണ്ടാന്നുള്ളവർക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് അടിക്കാം. അപ്പോൾ ആദ്യം ഞാൻ അവോക്കാഡോയിലേക്ക് ഈ പാലിൻ്റെ പകുതി ചേർത്തിട്ട് നമ്മൾ നല്ല കട്ടിയിൽ അടിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്കിങ്ങനെ ശരിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല കട്ടിയിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് പെർസിമം ഫ്രൂട്ടും അടിച്ചെടുക്കണം. പക്ഷെ ഞാൻ പെർസിമം ഫ്രൂട്ട് അടിച്ചപ്പോൾ കുറച്ചിങ്ങനെ കട്ടി കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ മിൽക്ക് ഷേക്ക് കാണാൻ ഭംഗി വേണമെന്നുണ്ടെങ്കിൽ അതും നല്ല കട്ടിയിൽ അടിച്ചെടുക്കുക. ഞാൻ കുറച്ച് പാല് കൂടുതൽ ചേർത്തത് കൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഇങ്ങനെ സെറ്റായി കിട്ടിയില്ല. എന്നാലും നമ്മൾ എങ്ങനെയാണോ സെറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ട് അതിനൊരു ഭംഗി ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ ഇത് കുറച്ചിങ്ങനെ വെള്ളം പോലെ ആയതുകൊണ്ട് തിക്ക് കുറഞ്ഞതുകൊണ്ട് വന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ പെർസിമം ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ ഷേക്ക് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ അതൊരു തവി ഒഴിച്ചിട്ട് അതിൻ്റെ മീതെ നമ്മൾ അവോക്കാഡോ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീതെ ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ വരണമെന്നായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളം കൂടിയതുകൊണ്ട് അത്രയ്ക്ക് ലെയറായിട്ട് വന്നില്ല. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള നല്ല ലെയറായിട്ട് കിട്ടും. അതിന് ശേഷം നമ്മൾ കുടിക്കുമ്പോൾ അതിങ്ങനെ ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുടിച്ചാൽ മതി. ഇനി നമ്മളിതെല്ലാതും ഇങ്ങനെ ലെയറായിട്ട് ചെയ്യുക. അതായത് പെർസിമം ഫ്രൂട്ട്, അവോക്കാഡോ, പിന്നെ നമ്മൾ മാതളത്തിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം അത് നല്ല മധുരമാണ്. ഇതിനധികം മധുരം വേണ്ട. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ചേർത്താൽ മതി. ഇനി മധുരം ഒട്ടും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഈ ഭാഗം ഒഴിവാക്കാം കേട്ടോ. നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെ ഷേക്കുകൾ മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ഓരോന്നും ലെയറാക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള ലെയറുകളാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഷേക്ക് റെഡിയായി. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഭംഗിക്ക് ചെയ്താലും രുചിക്ക് ഒട്ടും കോംപ്രമൈസ് ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിപ്പോൾ കയ്യിൽ ഏതാണോ ഫ്രൂട്ട് ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാമല്ലോ. ഏത് വേണമെങ്കിൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. പക്ഷേ അവോക്കാഡോയും പെർസിമം ഫ്രൂട്ടും നന്നായിട്ട് ചേർന്ന് പോകുന്ന 2 ഫ്രൂട്ട്സാണ്. അതിൻ്റെ ഒപ്പം അനാർ കൂടി ചേരുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബാക്കി ഒരുപാട് നല്ല നല്ല റെസിപ്പികളുണ്ട്. എല്ലാതും നിങ്ങൾ കാണണം, അഭിപ്രായം പറയണം. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതെല്ലാം പറയണം. അപ്പോൾ ഷേക്ക് ഇഷ്ടമുള്ളവർ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം തീർച്ചയായും പറയണം.
പിന്നെ അവോക്കാഡോ കിട്ടാത്തവർക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അണ്ടിപ്പരിപ്പ് പാൽ ചേർത്തിട്ട് നല്ല കട്ടിക്ക് അരച്ചെടുത്താൽ മതി. അവോക്കാഡോ കിട്ടാത്തവർ അത് ചെയ്താൽ മതി. പെർസിമം ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതുതന്നെ ചെയ്യണം. പിന്നെ നമ്മുടെ എഗ് ഫ്രൂട്ട് വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിന് പകരം എല്ലാവരും ട്രൈ ചെയ്യാം.